ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ അതാ ആട്ടപ്പൊടി കൊണ്ട് നമുക്ക് ഇത് പൂരി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടോ. ആട്ടപ്പൊടി പത്തിരി ഇട്ടാലൊന്നും ആർക്കും പറ്റൂല, ചപ്പാത്തി ഇട്ടാലൊന്നും പറ്റില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് പൂരി ആക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇഷ്ടമാണ് എല്ലാവർക്കും. പൂരിക്ക് ഇതാ വാട്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്, നല്ല മഴം കിട്ടി കുളിച്ചിട്ട്. പ്രസ്സും അമർത്തിക്കാണ്ടാണ് കേട്ടോ ചുടുന്നത്, പരത്തിയിട്ടൊന്നുമില്ല. പ്രസ്സും അമർത്തിയിട്ട് അങ്ങനെ നേരെ വെളിച്ചെണ്ണയ്ക്ക് ഇടുകയും ഇത് നല്ല കുഴച്ച് ഉരുളകളാക്കിയിട്ടുണ്ട്. ഓരോന്നിൻ്റെ അമർത്തി വെച്ചിട്ട് അങ്ങനെ അതാ ഒട്ടാതിരിക്കാൻ എണ്ണ തേച്ചിട്ടുണ്ടായിരുന്നു. അത് ഓരോന്നോരോന്നായിട്ട് അമർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതാ നല്ല മഴയുള്ള പൂരി എന്നിട്ട് എല്ലാം പൊള്ളിച്ച് നല്ല ഉഷാറായിരുന്നു. പിന്നെ ഇതൊക്കെ പരത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ചട്ടി ചൂടാക്കി വെളിച്ചെണ്ണ പൊഴിച്ച് ഓരോന്നായിട്ട് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. ഇതാ ഓരോന്നോരോന്നായിട്ട് അങ്ങനെ പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. നല്ല പൊള്ളച്ചി, നല്ല മഴയുള്ള നല്ല കിട്ടും, നല്ല രസമുണ്ടായിരുന്നു തിന്നാൻ, കഴിക്കാനും സുഖം ഉണ്ടായിരുന്നു. നല്ല മഴയുള്ള പിന്നെ എനിക്ക് ചിക്കൻ കറി ഉണ്ടാക്കാൻ വിചാരിച്ച്. ഉള്ളിയൊക്കെ വാട്ടിട്ടുണ്ട് അതിൻ്റെ അടിയിൽ. ഇത് രാവിലത്തെ അന്ന് ക്ലാസ്സൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ സ്കൂളില്ലാത്ത ദിവസം അങ്ങനെയൊക്കെ ഉണ്ടാക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ ദോശ നേരെ ഉണ്ടാക്കൽ. വെളിച്ചെണ്ണയിലൊക്കെ ഉണ്ടാക്കാൻ കുട്ടികൾക്ക് സ്കൂൾ സമയത്ത് തിന്നുകാണ്ടൊക്കെ പോകുമ്പോഴൊക്കെ ബുദ്ധിമുട്ടാവും വിചാരിച്ചിട്ട് പൊരിക്കടിയും കാര്യങ്ങളൊന്നും ഞാൻ രാവിലെ ഒന്നും ഉണ്ടാക്കലില്ല. ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളിൽ, ഞായറാഴ്ച ദിവസങ്ങളിൽ അങ്ങനെയൊക്കെ ഞാൻ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ. പിന്നെ ഇതാ ചിക്കൻ കറി ഉണ്ടായിരുന്നു. ചിക്കൻ കറി ഇതൊക്കെ മസാലയൊക്കെ ഇട്ട് കുക്കറിലിട്ട് കാണ്ട് എല്ലാം മസാലയൊക്കെ ഇട്ട് വെച്ചതാണ്. പിന്നെ അത് ഒരു വിസിലൊക്കെ അടിച്ച് പിന്നെ വെന്ത് കറിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇതാ വിസിലടിക്കുന്നത്. അങ്ങനെ ഞങ്ങൾക്കൊരു വഴിക്ക് പോകാനുണ്ട് കേട്ടോ. പിന്നെ പെട്ടെന്ന് തന്നെ എല്ലാ പണികളും തീർക്കുന്നു. ചോറൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല, പുറത്തുനിന്ന് കഴിക്കാൻ വിചാരിച്ച്. അങ്ങനെ ചീരുള്ളിയൊക്കെ തൂമിച്ചിട്ടുണ്ട്. ഇന്ന് ഓഫീസിൽ പോവാണ് കേട്ടോ, മറ്റേ പാസ്പോർട്ട് ഓഫീസിൽ മലപ്പുറം പോകാനുണ്ടായിരുന്നു. അപ്പോൾ മരുമകൾക്ക് പാസ്പോർട്ട് എടുക്കും വേണം, മോളത് പുതുക്കും വേണം കേട്ടോ, ചെറിയ മോളത്. അപ്പോൾ രണ്ടാം കൂടി ആയാൽ പിന്നെ ഒന്നിച്ച് കയറാമല്ലോ. നമുക്ക് അതിനുള്ളിൽ കയറാൻ ഒരു പേടി. മലപ്പുറത്തിൻ്റെ ഓഫീസിൻ്റെ ഉള്ളിൽ കയറാൻ അവർക്ക് പേടി. എങ്ങനെ അറിയുന്ന അറിയില്ലല്ലോ അമ്മ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വന്നാൽ മോളത് പുതുക്കാനുണ്ട് ഷിബിൻ്റെ. ഒന്ന് പുതുക്കുമ്പോൾ എനിക്ക് ഞാനും ഉപ്പി ഏതായാലും കയറണമല്ലോ. നമുക്ക് 18 വയസ്സാവാത്തതുകൊണ്ട് നമ്മൾ കയറണം, രക്ഷിതാക്കൾ കയറണം. പിന്നെ അന്ന് എല്ലാവരും കൂടി പോയാൽ പിന്നെ ഓൾക്കൊരാളായും ചെയ്ത് മരുമക്ക് പേടിക്കും വേണ്ടല്ലോ, എന്തൊക്കെ ചെയ്യാമെന്ന് അറിയില്ല പറഞ്ഞാൽ പിന്നെ അങ്ങനെ ഓളത് പുതുക്കാനായി 2 മാസം തെറ്റി കിടക്കിയിരുന്നിട്ട്. അപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് പോയതായിരുന്നു, മലപ്പുറം പാസ്പോർട്ട് ഓഫീസിൽ പോയതായിരുന്നു. പാസ്പോർട്ട് എടുത്ത് വെക്കുക, പോകണമെങ്കിൽ പോവാം. എക്സാമും കാര്യങ്ങളൊക്കെ ആണ് അവളത്. ജൂലൈ ഒക്കെ ആകുമ്പോഴത്തേന്, ജൂലൈ കഴിഞ്ഞാൽ പിന്നെ എക്സാമൊക്കെ കഴിയും. പിന്നെ പോകണമെങ്കിൽ പോവാം. ജോലിയും കാര്യമൊക്കെ ആവുകയാണെങ്കിൽ സെറ്റായി നിൽക്കുകയും ചെയ്യാമല്ലോ, അവിടെ തന്നെ മോൻ്റെ അടുത്ത് തന്നെ നിൽക്കുകയും ചെയ്യാം വിചാരിച്ചിട്ട് അങ്ങനെ പാസ്പോർട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പേര് ചേർക്കാനുണ്ട്, മാരേജ് സർട്ടിഫിക്കറ്റൊക്കെ ശരിയാക്കിക്കണേ, ഒക്കെ റെഡിയാക്കിക്കണേ. പിന്നെ ഒന്നിച്ച് ചെയ്യാൻ വിചാരിച്ചിട്ട് അങ്ങനെ പോവാണ് കേട്ടോ. അങ്ങനെ അതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും ഉണ്ട്, ഇക്കണ്ട്, മരോളും മോളും ഉണ്ട്. അങ്ങനെ പോവുകയാണ്. ആങ്ങളുടെ മോനും ഉണ്ട് കേട്ടോ, ഓനാണ് ഡ്രൈവ് ചെയ്യണത്. അങ്ങനെ അവിടെയൊക്കെ എത്തി. ഞങ്ങൾ പിന്നെ അവിടെ ഫോട്ടോ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ അതാ ഞങ്ങളെന്താ ഫുഡ് കഴിക്കാൻ കയറി. നല്ല നാടൻ ചോറ് ഊണാണ് കഴിച്ചിരുന്നത്. ഓഫീസിൽ പോയി അവിടുത്തെ കാര്യങ്ങൾ ചെയ്ത് നേരെ 3 മണി ആയിക്കുന്നുണ്ട്. ചോറൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതാ ഞങ്ങൾക്ക് ഊണ് മതി അറിഞ്ഞേ. പിന്നെ ഞങ്ങൾ ഊണാണ് കഴിച്ചത്. എന്നും ഈ ബിരിയാണി മന്തിക്ക് തന്നെയല്ലേ ഈ വിരുന്നും അതൊക്കെ പാടായിട്ട് ഒക്കെ മടുത്തുക്കണ. പിന്നെ സാധാ ചോറ് നല്ല അടിപൊളി സാധാ ഊണാണ് കേട്ടോ. ഊണ് സാധാ ചോറ് ചെറിയൊരു തട്ടുകടയിൽ കയറിയിട്ട് 3 മണി 3:30 ആയിട്ടുണ്ടാവും കേട്ടോ സമയം. ചോറ് കിട്ടൂല എന്നൊക്കെ വിചാരിച്ച് വീട്ടിലാണെങ്കിൽ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഏതായാലും കിട്ടി, ചോറൊക്കെ കിട്ടിയത്. ഞങ്ങൾ ഇലയിലൊക്കെ ചോറുന്നാണ്. പപ്പടം ഉണ്ടായിരുന്നു, സാമ്പാർ, മീൻകറി, മീൻ പൊരിച്ചത്, അച്ചാർ, നല്ല അടിപൊളി ഊണൊക്കെ കഴിച്ച്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഊണ് തന്നെ കഴിച്ച് കേട്ടോ. അങ്ങനെ കുഴപ്പമൊന്നുമില്ല, പെട്ടെന്നൊക്കെ റെഡിയായി കഴിച്ചിലായി. പാസ്പോർട്ടൊക്കെ കിട്ടുകയും ചെയ്ത് കേട്ടോ. ഞാൻ ഇപ്പോൾ ഊരിടാൻ വൈകിയതാണ്. മോളത് പാസ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. മരുമകളത് ഇനി ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ കിട്ടും. എൻക്വയറി കഴിഞ്ഞിട്ടിരിക്കുകയാണ്, അടുത്ത് തന്നെ റെഡിയാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതാ പിന്നെ ഞങ്ങൾക്ക് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ പോവുകയാണ്, വീട്ടിലേക്ക് പോവാണ്ട. കോട്ടക്കുന്നിലൊക്കെ പോകണം വിചാരിച്ച്. പിന്നെ മഴ മൂടി, മഴക്കാറൊക്കെ വന്നേക്കൊണ്ട് പിന്നെ ഞങ്ങൾ പെരീക്കാനെ പോയിട്ടാണ്. ആർക്കൊരു മൂടുണ്ടായിരുന്നില്ല. ഫുഡൊക്കെ കഴിച്ചപ്പോൾ ഭയങ്കര ക്ഷീണം. രാവിലെ പോകുന്നതല്ല, 11 മണി 12 മണി സമയത്ത് പോകുന്നതല്ലേ. പിന്നെ അത് വേണ്ട വിചാരിച്ചങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ പോകുന്നിട്ടാ.
അതാ വീട്ടിലേക്ക് പോണ പോക്കാണിത്. പിന്നെ അത് വീട്ടിലെത്തി ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ചോറൊക്കെ അതാ റൈസ് കുക്കറിൽ ചോറിട്ടിന്ന് വന്നതിന് ശേഷം വെച്ചതാണ് കേട്ടോ ചോറ്. പിന്നെ നാളെ സ്കൂൾക്കുള്ള ചോറും വേണം. അപ്പോൾ തലേന്ന് തന്നെ വെച്ച് സല്ലാജിയിൽ വെക്കാനാണ്. പിന്നെ അത് മുരിങ്ങ താളിച്ചിട്ടുണ്ടായിരുന്നു. മീൻകറി മീൻകറിയൊക്കെ അപ്പോൾ വൈകുന്നേരം ഉണ്ടാക്കിയാണ് കേട്ടോ. ഞാൻ വീട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതാ പയറിൻ്റെ ഇല സമ്മന്തിയൊക്കെ അരച്ചുണ്ടാക്കിയത് വീട്ടിൽ നിന്ന് കൊടുന്നേന്ന് കേട്ടോ. പിന്നെ അങ്ങനെ മീൻ പൊരിക്കാം. മീൻ കായം തേച്ച് വെച്ച് കണ്ടായിരുന്നു. പിന്നെ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് കുളി നിസ്കാരം കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അങ്ങനെ മീൻ പൊരിക്കുകയാണ്. കഷ്ണം മീനായിരുന്നു. മീൻ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. രാത്രിയൊക്കെ മതിയല്ലോ, രാവിലേക്കൊക്കെ പിന്നെ നോക്കിയാൽ മതിയല്ലോ വെച്ചിട്ട് കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മീനൊക്കെ പൊരിച്ചതാ ഫുഡ് കഴിക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് അടിക്കാനുള്ളത് ഉണ്ടായിരുന്നു. പിന്നെ മെഷീൻ ചുരിദാർ ഇരുന്ന് അടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ലൈനിങ് കയ്യിന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കയ്യിന് ലൈനിങ് വാങ്ങിയിട്ട് പിന്നെ വെട്ടാൻ നിന്നു കേട്ടോ. അപ്പോൾ അതാ വരുന്ന വൈക്കുന്ന ലൈനിങ്ങൊക്കെ വാങ്ങി അടിക്കാൻ ഒരുങ്ങാണ് കേട്ടോ. കുറേശ്ശൊക്കെ അടിക്കലുള്ളൂ, സമയം കിട്ടൂല. പിന്നെ ഓരോന്നൊക്കെ ആയിട്ട് അടിച്ച് വെക്കാനുണ്ട്. അപ്പോൾ ഒന്ന് വെട്ടി വെച്ച് തലേന്ന് അടിക്കും അങ്ങനെ കേട്ടോ. നന്നായിട്ട് മെഷീൻ വരയ്ക്കാനുള്ള സമയമൊന്നും കിട്ടലില്ല. കുറേശ്ശൊക്കെ അടിച്ച് ഒഴിവാക്കി കൊടുക്കുക എന്നല്ലാതെ ഒന്നിച്ചിരിക്കലൊന്നുമില്ല കേട്ടോ. ഉച്ചയാകുമ്പോൾ തന്നെ നമ്മൾ അടുക്കള പണിയൊക്കെ കഴിഞ്ഞ് കിട്ടുമ്പോൾ തന്നെ നേരം വൈകുന്നേരമായി. പിന്നെ മെഷീൻ വരയ്ക്കൽ മഗ്‌രിബിൻ്റെ സമയത്താണ്. ഇപ്പോൾ മഗ്‌രിബിൻ്റെ സമയമാണ് കേട്ടോ. അപ്പോൾ ഇശാ ബാങ്ക് കൊടുക്കാൻ സമയമായിട്ടാണ്. പിന്നെ മെഷീൻ കുറച്ച് നേരമൊക്കെ ഇരുന്ന് പിന്നെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ കിടന്ന് അങ്ങനെയൊക്കെ കേട്ടോ. സ്റ്റിച്ചിങ് വീഡിയോ ചെയ്യുമെന്ന് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് ചെയ്യാൻ കുറേ പണിയാണ്. ഇപ്പോൾ തിരക്കിൽ അങ്ങനെയായിട്ട് ഇരിക്കലുണ്ടാവില്ലല്ലോ. അപ്പോൾ എടുക്കണമെങ്കിൽ തന്നെ മനസ്സിലാവില്ല നമുക്ക്. വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ആർക്കും മനസ്സിലാവുന്നില്ല. ക്ലാസ്സിൽ പോയി പഠിക്കാനും വേണം അങ്ങനെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.